ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഭക്തജനങ്ങളെ, അമ്പിളിക്കലയെയും ഗംഗയെയും ജടയിൽ ചൂടിയ ജടാധരന്റെ കരുണാകടാക്ഷത്താൽ ധന്യമായി കുമ്പളസീമയിലെ 4 സുപ്രധാന ക്ഷേത്രങ്ങളിൽ ചരിത്രപ്രസിദ്ധവും അതിപുരാതനവും മഹത്തരവുമായ മഹാക്ഷേത്രം തന്നെയാണ് അടൂർ മഹത്തോബാര ശ്രീ മഹാലിംഗേശ്വര മഹാവിഷ്ണു വിനായക ക്ഷേത്രം. ഈ പുണ്യസന്നിധിയിൽ ജനുവരി 1 മുതൽ 14 വരെ ഭക്തിയുടെ നിറവെളിച്ചത്തിൽ ദിവ്യകലശവും 12 വർഷത്തിലൊരിക്കൽ നടത്തി വരാറുള്ള പവിത്ര മൂലസ്ഥാന ശ്രീ കവടിങ്കാന യാത്രയും, ശ്രീ ബിംബ ചൈതന്യവൃദ്ധി, ശ്രീ കവടിങ്കാന രക്തേശ്വരി ദൈവപ്രതിഷ്ഠ, ശ്രീ നന്ദിദേവ പ്രതിഷ്ഠ, സഹസ്രകുംഭാഭിഷേക, മകരസംക്രമണ മഹോത്സവം എന്നിവ നിറഭക്തിയോടെ കൊണ്ടാടപ്പെടുകയാണ്. വിവിധ താന്ത്രിക, ധാർമ്മിക, സാംസ്കാരിക പരിപാടികളോടും ഉച്ചയ്ക്കും രാത്രിക്കും ഭോജന പ്രസാദത്തോടും കൂടി നടത്തപ്പെടുന്ന ഈ പുണ്യവേളയിലേക്ക് എല്ലാ ഭക്തജനങ്ങളും എത്തിച്ചേർന്ന് തനുമനധന സഹായ സഹകരണങ്ങൾ നൽകി ശ്രീ മഹാലിംഗേശ്വര ദേവന്റെ കൃപാകടാക്ഷത്തിന് പാത്രീഭൂതരാകണമെന്ന് ഭക്തിയാദരപൂർവം അറിയിക്കുന്നു. ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ഭക്തജനങ്ങളെ, ഈ 7-14 ലോകത്തിനും 7 സാഗരത്തിനും അധിപനായ കൈലാസവാസനാത്മസ്വരൂപൻ സച്ചിദാനന്ദമൂർത്തി ശ്രീ മഹാദേവന്റെ ആത്മചൈതന്യത്താൽ ധന്യമാകും അടൂർ മഹത്തോബാര ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ ജനുവരി 14 മകരസംക്രമ ദിവസം 12 വർഷത്തിലൊരിക്കൽ നടത്തി വരാറുള്ള ശ്രീക്ഷേത്ര മൂലസ്ഥാനമായ ശ്രീ കവടിങ്കാന യാത്ര നിറഭക്തിയോടെ പുറപ്പെടുകയാണ്. ഇതിനു മുന്നോടിയായി ജനുവരി 1 ബുധനാഴ്ച ശ്രീ മൂലസ്ഥാന യാത്ര ചെയ്യുന്ന പരമപൂജ്യ വേദമൂർത്തി ബ്രഹ്മശ്രീ വാസുദേവ തന്ത്രി അവർകൾ കുമ്പളസീമയിലെ 4 സുപ്രധാന ക്ഷേത്ര സന്ദർശനത്തോടുകൂടി ഈ പുണ്യകർമ്മത്തിന് പ്രാരംഭം കുറിച്ച് പിന്നീട് ഇങ്ങോട്ടുള്ള ഓരോ ദിവസവും വിവിധ ഭജനാസംഘങ്ങൾ അവതരിപ്പിക്കുന്ന ഭജനയും ഉച്ചയ്ക്കും രാത്രിക്കും പ്രസാദ ഭോജനം നൽകിയും വിവിധ താന്ത്രിക കർമ്മങ്ങളാലും ഇവിടുത്തെ ഈറ്റില്ലം ഭക്തി സാന്ദ്രമാകും. ജനുവരി 6 തിങ്കളാഴ്ച രാവിലെ 9:30 മുതൽ 10 മണി വരെയുള്ള കുംഭലഗ്ന ശുഭവേളയിൽ തിമർത്ത് പെയ്യുന്ന വാദ്യമേളങ്ങളുടെ മംഗളമുഹൂർത്തത്തിൽ നന്ദിദേവ പ്രതിഷ്ഠയും ശ്രീ കവടിങ്കാന രക്തേശ്വരി ദൈവ പ്രതിഷ്ഠയും കലശാഭിഷേകവും നടത്തി ജനുവരി 14 മകരസംക്രമ ദിവസം പുലർച്ചെ 3 മണിക്ക് ക്ഷേത്ര കുടിമരത്തിനു മുമ്പിൽ മഹാപ്രാർത്ഥനയും കഴിഞ്ഞ് ദക്ഷിണ കവാടത്തിലൂടെ ഇടവള വിഭാഗക്കാരുടെയും ആബാലവൃദ്ധം ഭക്തജനങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ പരമപൂജനീയ തന്ത്രിവര്യൻ ശ്രീ ക്ഷേത്ര മൂലസ്ഥാനമായ ശ്രീ കവടിങ്കാന യാത്ര പ്രയാണം ആരംഭിച്ച് ആ പരമപവിത്രമായ അമരഭൂമിയിൽ നിന്നും പവിത്രമൃത്തിക സംഗ്രഹം നടത്തി തിരുസന്നിധിയിലേക്ക് പുനഃപ്രവേശിക്കും. ഈ ധന്യവേളയിലേക്ക് ഏവർക്കും ഭക്തിനിർഭരമായ സ്വാഗതം. ശങ്കരായ ച മയസ്കരായ ച നമഃ ശിവായ ച ശിവതരായ ച ഭവഹരായ ച മഹാപ്രാണദീപം ശിവം ശിവം. ഭക്തജനങ്ങളെ, തൊഴുകയും നിറമനസ്സുമായി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം കനിഞ്ഞരുളി നാടിന്റെ നന്മകൾക്ക് തിരുവെളിച്ചമേകിയിടുന്ന അടൂർ മഹത്തോബാര ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ ജനുവരി 14 മകരസംക്രമ ദിവസം ശ്രീക്ഷേത്ര മൂലസ്ഥാനമായ ശ്രീ കവടിങ്കാന യാത്ര നിറഭക്തിയോടെ പുറപ്പെടുകയാണ്. ഇതിന്റെ മുന്നോടിയായി ജനുവരി 11 ശനിയാഴ്ച രാവിലെ 9:05 ശുഭവേളയിൽ കലവറ നിറയ്ക്കൽ, തുടർന്ന് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന ഭക്തജനങ്ങൾക്ക് ഭോജനപ്രസാദം നൽകുവാൻ ഒത്തൊരുമയുടെ കുടക്കീഴിൽ വിവിധ പ്രാദേശിക സമിതികളുടെയും മറ്റു സംഘടനകളുടെയും മഹനീയ നേതൃത്വത്തിൽ സുഹൃത സമൃദ്ധമായ കലവറ ഘോഷയാത്ര നിറഭക്തിയോടെ തിരുസന്നിധിയിലേക്ക് എത്തിച്ചേരും. വൈകുന്നേരം 5:30 ക്ഷേത്രതന്ത്രിവര്യൻ ബ്രഹ്മശ്രീ വാസുദേവ തന്ത്രി അവർകളെ പൂർണ്ണകുംഭത്തോടുകൂടി വരവേൽക്കുന്നു. ജനുവരി 13 തിങ്കളാഴ്ച രാവിലെ ദ്രവ്യകലശാഭിഷേകം. അന്നേ ദിവസം സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ വിവിധ ഭജനാസംഘങ്ങൾ അവതരിപ്പിക്കുന്ന അർദ്ധ ഏകാഹ ഭജന. ജനുവരി 14 ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിക്ക് ശ്രീ കവടിങ്കാന യാത്ര ഈ പുണ്യക്ഷേത്രത്തിൽ നിന്നും പ്രയാണം ആരംഭിച്ച് മൂലസ്ഥാനത്ത് നിന്ന് പവിത്ര മൃത്തിക സംഗ്രഹം നടത്തി തിരുസന്നിധിയിലേക്ക് പുനഃപ്രവേശിക്കും. ഈ പുണ്യനാളിൽ തിരുസന്നിധിയിൽ ബിംബ ചൈതന്യവൃദ്ധി, ധനുപൂജ, സഹസ്രകുംഭാഭിഷേകം, മഹാപൂജ എന്നിവ നിറഭക്തിയോടെ നടക്കും. വൈകുന്നേരം 3:30 നടക്കുന്ന ധാർമ്മിക സമ്മേളനത്തിൽ ബ്രഹ്മശ്രീ വേദമൂർത്തി വാസുദേവ തന്ത്രി അവർകൾക്ക് ഗൗരവ സമർപ്പണവും ഉണ്ടായിരിക്കും. കാലം അനുവദിച്ചു തന്ന ഈ ധന്യമുഹൂർത്തത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു.